SSLC പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ മീഡിയൻ എന്ന കണക്ക്, അത് പരമാവധി ഇക്വേഷൻസ് ഒഴിവാക്കി, അതുപോലെ സ്റ്റെപ്പുകൾ ഒഴിവാക്കി ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2024 മാർച്ചിൽ SSLCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ ഏതാനും വർക്കേഴ്സിന്റെ മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് പരമാവധി ഇക്വേഷൻ കുറച്ച് സ്റ്റെപ്പുകൾ കുറച്ച് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി തന്ന ഡാറ്റ നമ്മൾ എടുത്തെഴുതുന്നു. 20 to 30, 30 to 40, 50, 50 to 60, 60 to 70. Frequency 9, 10, 8, 5, 1. അടുത്തതായി ഈ ഫ്രീക്വൻസി നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് അഥവാ ക്യുമുലേറ്റ് ചെയ്ത് കൂട്ടി എഴുതണം. നോക്കൂ, 9, 19, 27, 32, 33. അടുത്തതായി നമ്മൾ ഇതിലെ മീഡിയന്റെ സ്ഥാനം എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് മീഡിയൻ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. അത് ഇവിടെ ചോദ്യത്തിന്റെ ഭാഗമായി തന്നിട്ടുണ്ട്. നോക്കൂ, ചോദ്യം തന്നെ അതാണ്. ഇഫ് വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ വേജസ്, ദ ഏജ് ഓഫ് വിച്ച് വർക്കർ ഈസ് ടേക്കൻ ആസ് മീഡിയൻ ഏജ്. അതായത് ആ വിച്ച് വർക്കർ, ആ മീഡിയൻ ഏജ് ഏത് വർക്കറുടെയാണ്, ഏത് വർക്കർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് മീഡിയൻ ഈക്വൽ 33 പ്ലസ് 1/2, 34/2. അതായത് 17th വർക്കറുടെ ഏജ് ആണ് മീഡിയൻ ഏജ്. അപ്പൊ 17th വർക്കർ എന്ന് പറയുമ്പോൾ ആ വർക്കർ ഉൾപ്പെടുന്നത് 19 എന്ന് പറയുന്ന കോമ്പൗണ്ട് ചെയ്ത ഫ്രീക്വൻസിയിലാണ്. അപ്പൊ അതിന്റെ നേരെ നമ്മൾ വരച്ച് ആ സീരീസിനെ ബോക്സ് ചെയ്യുമ്പോൾ സീരീസ് വരണത് 30 to 40 എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അപ്പൊ അതില് നമുക്ക് നോക്കിയാൽ കാണാം 10 ഫ്രീക്വൻസീസ് ആണ്, 10 പേരാണ് അതിനുള്ളത്. അപ്പൊ ആ 10 പേർക്കിടയിൽ നമ്മൾ 30 മുതൽ 40 വരെയുള്ള ഈ ഏജ് ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കൂ. അതായത് ഈ 30 മുതൽ 40 വരെ ഉള്ളത് 10 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏജുകൾക്കിടയിലുള്ള ഡിഫറൻസ് D is equal to 40 minus 30/10. നോക്കുക, 30ക്കും 40ക്കും ഇടയിലുള്ള ടോട്ടൽ ഡിഫറൻസിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 40 മൈനസ് 30 എന്ന് പറയുമ്പോൾ 10/10 ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഏജുകൾക്ക് ഇടയിലുള്ള ഡിഫറൻസ് 1 ആണ്. അതായത് 30 മുതൽ 40 വരെയുള്ള ഏജുകളെ 1 ഡിഫറൻസിൽ നമ്മൾ എടുക്കണം. അത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നോക്കൂ, 30 കഴിഞ്ഞാൽ 31, വീണ്ടും 32, 33, 34, 35, 36, 37, 38, 39, 40. അതായത് എല്ലാത്തിനും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഏജുകൾക്കിടയിലാണ് നമ്മൾ അന്വേഷിക്കുന്ന മീഡിയൻ. അപ്പോൾ അതിനിടയിലുള്ള മീഡിയനുകൾ ഏതൊക്കെയാവാം? അതിനായിട്ട് ഈ ഏജുകൾക്കിടയിലുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് 30ക്കും 31നും ഇടയിൽ, 32നും 31നും 32നും ഇടയിൽ, 32നും 33ക്കും ഇടയിൽ. അങ്ങനെ നോക്കൂ, ഇതാ നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ നേരെ നോക്കൂ. ഇനി നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്താൻ നോക്കൂ, ഈ സീരീസിന്റെ തൊട്ട് മുന്നത്തെ നമ്പർ 9 ആണ്. ഈ 9 കഴിഞ്ഞാൽ ആഫ്റ്റർ 9 നോക്കുക, 30ക്കും 31നും ഇടയിൽ, ആഫ്റ്റർ 9 10, അത് കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18, 19. അതായത് അവസാനം 19 വന്നു. 19 എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിലെ അവസാനത്തെ നമ്പറാണ്. അപ്പോൾ അതിൽ വന്ന് നിൽക്കും. ഇനി നമ്മുടെ മീഡിയൻ ഇവിടെ നമുക്ക് ഇതിൽ പരിശോധിച്ചാൽ കാണാം 17 എന്ന് പറയുന്നത് 37നും 38നും ഇടയിലാണ് 17 എന്ന് പറയുന്ന ആളുടെ ഏജ്. അതായത് അയാളുടെ ഏജ് മീഡിയൻ ഏജ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അത് 37നും 38നും മൊത്തം നടുക്കിലുള്ളത് 37.5. ഇതാണ് മീഡിയൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും, അതായത് ഈ പ്രത്യേക സീരീസിനിടയിലുള്ള
ഏതൊരാളുടെയും ഏജ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് 10ാമത്തെ ആളുടെ ഏജ് 30.5 ആണ്. 11ാമത്തെ ആളുടെ ഏജ് 31.5 ആണ്. ഇനി 14ാമത്തെ ആളുടെ ഏജ് 34.5 ആണ്. അതായത് 34നും 35ന്റെയും ഒത്ത നടുക്കിലുള്ള നമ്പർ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് ആളുടെ ഏജ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ മീഡിയൻ 17th ആളുടെ ഏജ് ആണ്. അതായത് 37.5. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇപ്പോൾ ചെയ്ത കണക്കിൽ കോമ്പൗണ്ട് ചെയ്തപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 33 ആണ്. അതായത് 33 ഒരു ഓഡ് നമ്പറാണ്. സാധാരണയായി എല്ലാ വർഷവും ഓഡ് നമ്പർ തന്നെയാണ് സമ്മായിട്ട് കിട്ടാറുള്ളത്. എന്നാൽ ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമുക്ക് പിന്നീട് പറയാം.